സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. ഫ്രാൻസിനെ വിളിച്ചതല്ല, സ്പെയിനിന്റെ മികവില് ഫ്രാൻസ് നിഷ്പ്രഭരായതാണ്. അർജന്റീനയ്ക്ക് ഇതുവരെ കരുത്തുറ്റ എതിരാളികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ആരോപണമായിട്ട് അല്ലെങ്കിൽ ഇതല്ലേ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നത് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇന്ന് ശക്തമായിട്ടുള്ള എതിരാളി വരികയാണ്. ഇന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചു കെട്ടാനായില്ലെങ്കിൽ ഈ വാദങ്ങൾ കംപ്ലീറ്റ് പൊളിഞ്ഞേക്കാം ഒരുപക്ഷെ. പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് അവിടെ തീർന്നു. എംബാപ്പെ ഒരു ഭീഷണിയല്ല ഫുട്ബോളിൽ എന്നുള്ള കാര്യം സ്പെയിൻ അടിവേരായിട്ട് ചാർത്തുന്നു. കഴിഞ്ഞ ടാക്ടിക്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെയിനെ ജയിക്കുള്ളൂ എന്ന്. അർജന്റീനയെ റഫറി അത് കൃത്യമായിട്ടും കണ്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓഫ് ദ ബോൾ ഉണ്ടെങ്കിലൊക്കെ പ്ലെയർ എന്ത് ചെയ്താലും ഫൗളാണ് MSK. ഓഫ് ദ ബോൾ അതും ചവിട്ടി വീഴ്ത്തണം. നിങ്ങൾ അത് കിക്ക് കാണുന്നില്ലേ പറയുന്നത്. പക്ഷേ ഓഫ് ദ ബോൾ ഒരു പ്ലെയറെ വീഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ചവിട്ടാ. MSK മാനസികമായി തകർന്നു. അർജന്റീന കയറുന്നു ഇതിന്റെ പ്രതീക്ഷ, അതായത് അർജന്റീനയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ടീം ആവശ്യമില്ല. ഞാൻ അർജന്റീനക്ക് എതിരോ കാര്യങ്ങളോ ഒന്നുമല്ല. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ആദ്യ സെമി ഫൈനൽ കഴിഞ്ഞിരിക്കുന്നു. സ്പെയിൻ ഫ്രാൻസിനെ മറികടന്ന് മുന്നേറിയിരിക്കുന്നു. ഫൈനലിലെ എതിരാളികളെ കാത്തിരിക്കുകയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ മത്സരം പ്രതീക്ഷകൾക്കപ്പുറത്തുള്ളൊരു മത്സരം ഇരുഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ചു. പക്ഷേ സ്പെയിൻ മാത്രം നിറഞ്ഞു നിന്ന ഒരു മത്സരം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടിനൊപ്പം MSK ചേർന്ന്. ജയേഷ്, ഇത് കംപ്ലീറ്റ് സ്പാനിഷ് പാക്കേജ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഔട്ട്ലൈൻ ചെയ്യുന്ന, അതായത് ഫ്രാൻസിനെ ചിത്രത്തിലെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം. നമ്മൾ പലകുറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ പൂട്ടാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്പെയിൻ ഇത്രമാത്രം കാര്യക്ഷമമായി നടപ്പാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. 2-3 ഘടകങ്ങൾ എടുത്തു പറയാനുണ്ട്. ഒന്ന്, എംബാപ്പയുടെ നിറമങ്ങിപ്പോയൊരു കാഴ്ച. 2, സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങളും ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിരോധം, കളം നിറഞ്ഞ് കളിക്കുന്ന രീതി. സ്പെയിൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ലോകകപ്പിന് അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കളി ഇന്നലെ കാഴ്ചവെച്ചിരിക്കുന്നു. ആദ്യത്തെ സെമിയിലും ഫ്രാൻസിന് എവിടെയാണ് പിഴച്ചു പോയതെന്നാണ് നമ്മൾ കരുതുന്നത്. ഫ്രാൻസിനെ പിഴച്ചതല്ല, സ്പെയിനിന്റെ മികവില് ഫ്രാൻസ് നിഷ്പ്രഭരായതാണ്. കാരണം ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പും ലോകകപ്പ് സെമിക്ക് തൊട്ട് മുമ്പ് വരെയും ഈ ലോകകപ്പിലെ ഏറ്റവും ഫേവറേറ്റുകൾ, ലോകകപ്പ് മുമ്പ് നമ്മൾ എല്ലാവരോടും ചോദിക്കുമ്പോഴും ഫേവറേറ്റുകൾ നിഷ്പക്ഷമായി നമ്മളും പറയേ ഫ്രാൻസ് തന്നെ ആയിരിക്കും എന്നാണ്. സെമിക്ക് തൊട്ട് മുമ്പ് പലരോടും ചോദിക്കുമ്പോഴും അത് ഫ്രാൻസ് തന്നെ. ഫ്രാൻസ് സിമ്പിളായിട്ട് സ്പെയിനെ തോൽപ്പിക്കുന്നു. പിന്നീട് വരുന്ന അർജന്റീനയിലും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച് കഴിഞ്ഞ തവണ നഷ്ടമായ കിരീടം നേടുന്നതാണ്. കഴിഞ്ഞ ടാക്ടിക്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെയിനെ ജയിക്കുള്ളൂ എന്ന്. അതായത് ഫ്രാൻസ് പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് അവിടെ തീർന്നു. ഫൈനൽ തേർഡിന് മുമ്പുള്ള ആ ഒരു സ്പേസിൽ പിടിച്ച് നിർത്താൻ ക്വാളിറ്റിയുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടെങ്കിൽ ഫ്രാൻസ് അവിടെ തീർന്നു. ഇന്നലെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് എംബാപ്പയെക്കാളും ഒലീസയെ റോഡ്രി പൂട്ടി. റോഡ്രി ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയുക, നമ്മളൊരു പെർഫെക്റ്റ് ജനറലിൻ്റെ ഒരു റോളാണ്. കൃത്യമായിട്ട് എല്ലാ പൊസിഷനും അദ്ദേഹം ഡിഫൻസീവ് മിഡിലാണ് റോളെങ്കിലും അദ്ദേഹം ഫ്രണ്ടിലുണ്ട്, അദ്ദേഹം ഡിഫൻസിലുണ്ട്, മിഡിലുണ്ട്, ഫൈനൽ തേർഡിലുണ്ട്, ഹാഫ് സ്പേസിലുണ്ട്. എല്ലാ പൊസിഷനിലും നിറഞ്ഞു നിന്ന് കളിച്ച് ഒപ്പം ഒലീസയെ നമ്മൾ ഈ മനസ്സിലായിട്ട് പൂട്ടാന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് പൂട്ടി വെച്ചു. ഒലീസ ഇന്നലെ ചിത്രത്തിലേ ഇല്ല. ചില സമയത്ത് ബോൾ കിട്ടാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒലീസ ഫൗൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ ഒലീസ അങ്ങനെ അഗ്രസീവായി കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. അദ്ദേഹത്തിന് അഗ്രഷൻ ഫുൾ ബോളിലാണ് ഉണ്ടാവാറ്. ആ രീതിയിൽ ഒലീസയെ അങ്ങ് എന്താ ഭ്രഷ്ടനാക്കി കളഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിൽ പൂട്ടിക്കളഞ്ഞു. റോഡ്രിഗോ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്ക് കൊടുക്കാനുള്ളത്. ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, സ്പെയിന് ചിലരെങ്കിലും വലിയ രീതിയിൽ പറയുന്നതാണ് സ്പെയിന് ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ല, ഗോൾ അടിക്കാൻ ആളില്ല, അതുകൊണ്ടാണ് ഇത്രയും പാസ് ഇട്ടിട്ടും ഗോൾ വരാത്തതെന്ന്. സ്പെയിൻ എന്തിനാ ഗോൾ അടിക്കാൻ ആള്? ഈ വേൾഡ് കപ്പിലെ തന്നെ സ്പെയിൻ്റെ ഏറ്റവും നല്ല ഗോളുകൾ നേടിയതെന്ന് അവരുടെ വിങ് ബാക്കാണ് പെഡ്രോ പോറോ. ഇന്നലെ ഗംഭീരമായ ഫിനിഷ് ആയിരുന്നു, നല്ലൊരു നീക്കമായിരുന്നു. ഒരു കൈൻഡ് ഓഫ് യമാലിന് നമ്മൾ കൊടുക്കുമെന്ന് കരുതിയപ്പോൾ അതിനെ കബളിപ്പിച്ചു കൊണ്ടുപോയത്. അതിൽ ഓൾമോയുടെ ഒരു അതെ ഓൾമോയുടെ ഒരു 1-to-1 പാസും കൂടി പറയേണ്ടായിരുന്നു. അങ്ങനെ പോയി ഗംഭീരമായ ഒരു ഫിനിഷോട് കൂടി അത് തീർക്കുന്നു. ഫ്രാൻസ് ശരിക്കും ചിത്രത്തിലെ ഇല്ലാതായതാണ്. ദശാംശത്തിൻ്റെ മറുമരുന്നില്ലാതായി കൃത്യമായിട്ട്. അതായത് ഈ നമ്മൾ ഇരട്ടച്ചങ്കെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അറ്റാക്കിങ്ങുള്ള ടീമാണ്. അവർക്കൊരു സ്ട്രൈക്കർ മാത്രമല്ല, എംബാപ്പെ ആയിക്കോട്ടെ, ബാർക്കോളെ ആയിക്കോട്ടെ, ഡംബലെ ആയിക്കോട്ടെ, ഒലീസ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ബാർക്കോളയ്ക്ക് പകരം വരുന്ന ഡെസഡിഡു ആയിക്കോട്ടെ, ഏറ്റവും ക്വാളിറ്റിയുള്ള ഈ ഒരു 5 പേരെന്ന് പറയുന്നത് ഈ വേൾഡ് കപ്പിൽ നിലവിൽ ലോക ഫുട്ബോളിൽ അത്രയും നല്ല അറ്റാക്കേഴ്സ് ഉള്ളതില്ല. പക്ഷേ സ്പെയിൻ്റെ കളി ഓർഗനൈസ്ഡ് ആയിരുന്നു.
സ്പെയിന് തുടക്കം മുതൽ തന്നെ ആ രീതിയിൽ പൊസിഷൻ വെച്ച് കളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ദശാംശൻ്റെ തന്ത്രം ഒന്ന് സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഫലവത്താകും ബോൾ കൊടുക്കുന്ന ടീമാണെങ്കിൽ. പക്ഷെ സ്പെയിന് ബോൾ കൊടുക്കുന്നില്ല. സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അടിക്കണമെങ്കിൽ ബോൾ കിട്ടണ്ടേ, അത് സ്പെയിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഗംഭീരമായി അതിൽ തന്നെ ഇപ്പോൾ ഓൽമോ ആയിക്കോട്ടെ, ഫാബിയൻ റൂസ് ആയിക്കോട്ടെ, ഫാബിയൻ റൂസിൻ്റെ ഒക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ടൈറ്റ് സ്പേസിൽ ഇപ്പോൾ ഇന്നലെ നമ്മൾ കളി കണ്ട സമയത്ത് ഒരു സമയത്ത് ബോൾ പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ 4 പേരുണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. പക്ഷേ ആ ടൈറ്റ് സ്പേസിലും വളരെ കൂളായിട്ടാണ് ഫാബിയൻ റൂയിസ് ആ ബോൾ എടുത്ത് കറങ്ങി പാസ് ചെയ്ത് പോകുന്നത്. അത് ഗംഭീരമായ ഒരു സ്പെയിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളിലൊന്നാണ്. ശരിക്കും ഇന്നലത്തെ ഫാബിയൻ റൂയിസിൻ്റെ കളിയൊക്കെ കാണുമ്പോൾ പഴയ നമ്മുടെ ബുസ്കറ്റിസിനെയാണ് ഓർമ്മ വരുന്നത്. പ്രൈം ബുസ്കറ്റിസിൻ്റെ അതേ സ്റ്റൈലാണ്. അത് വളരെ കൂളായിട്ടാണല്ലോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ജസ്റ്റ് ഒരു വലിയൊക്കെ വലിച്ച് 4-5 പേരെ ഒറ്റയടിക്ക് അങ്ങ് ഔട്ട് ക്ലാസ് ചെയ്യുന്ന പോലത്തെ പ്രകടനം, ആ രീതിയിലുള്ള കളിയാണ് കളിച്ചത്. സ്പെയിൻ ടോട്ടലി എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് കളിക്കുന്ന ഒയർസബാൽ മുതൽ ഉനായ് സൈമൺ വരെ പെർഫെക്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് എടുത്ത് പറയേണ്ടതാണ്. സ്പെയിൻ ഡിഫൻസിലേക്ക് നമുക്ക് ഒന്നുകൂടി കടക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും MSK, ഇത് ഈ മത്സരം നമുക്ക് അറിയാം, കടലാസിലടക്കം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരിശീലകൻ്റെ പേര് മുതൽ തുടങ്ങുന്നു ഫ്രാൻസിൻ്റെ ആധിപത്യം. ദിദിയർ ദശാംസ് എന്ന് പറയുന്ന ഒരു പരിശീലകൻ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കരുത്തായിട്ട് നമ്മൾ കാണുന്നത്. ഈ ലോകകപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഗോളടി വേട്ടയായിരുന്നു. നമുക്കറിയാം, ആദ്യം 3-4 മത്സരങ്ങളിൽ അവർ 3+ ഗോളുകൾ അടിക്കുന്നു. തുടർച്ചയായി ലോകകപ്പിൽ 5 മത്സരങ്ങളിൽ 3+ ഗോൾസ് എന്നുള്ളൊരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ടീമാകുന്നു. അങ്ങനെയൊക്കെ വരുന്നൊരു ടീം ഈ ലോകകപ്പിൽ സെമി വരെ അവർ അടിച്ചു കൂട്ടിയത് 16 ഗോളുകളാണ്. വഴങ്ങിയതാകട്ടെ 2-2 ഗോളുകളായിരുന്നു. പക്ഷേ ഇന്നലെ മാത്രം അവർ 2 ഗോളുകൾ കൂടി അധികമായി വഴങ്ങുന്നു. ഇപ്പോൾ പേര് എടുത്തു പറയുമ്പോഴാണ് എംബാപ്പെ നയിക്കുന്ന മുന്നേറ്റ നിര, ഒലീസെ, ഡെമ്പലെ, പാർക്കോള അടക്കമുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാൻ പറ്റാത്ത തരത്തിൽ, അത് ഏത് തരത്തിൽ സംഭവിച്ചു എന്നുള്ളത് തന്ത്രപരമായിട്ടുള്ള ആസൂത്രണത്തിൽ അടക്കം ഫ്രാൻസിന് പിഴച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 കാര്യങ്ങളാണ് ഇതിൽ പ്രസക്തമായിട്ടുള്ളത്. എംബാപ്പെ ഒരു ഭീഷണിയല്ല ഫുട്ബോളിൽ എന്നുള്ള കാര്യം സ്പെയിൻ അടിവരയിട്ട് ചാർത്തുന്നു. ഫ്രാൻസ് കീഴടക്കാൻ പറ്റാത്ത ഒരു ശക്തിയേ അല്ല എന്നും യൂറോപ്പിൻ്റെ ചാമ്പ്യന്മാർ തെളിയിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റെന്ന് തോന്നുന്നു. യൂറോപ്പിൻ്റെ ആധിപത്യം, യൂറോപ്പിലെ ഏറ്റവും വലിയ ടീം തങ്ങൾ തന്നെയാണെന്ന് സ്പെയിൻ പറയുകയാണല്ലേ. നിർഭാഗ്യവശാൽ സ്പെയിൻ ഇന്നലൊരു ഓഫ് ഡേ ആയിരുന്നു. അത് സെമി ഫൈനലിലായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എംബാപ്പെ ശക്തിയല്ല എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ശരിക്കും ഫ്രാൻസ് ജയിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മറ്റൊരു അർജന്റീന അടുത്ത സെമി ഫൈനലും കൂടി ജയിച്ചിരുന്നെങ്കിൽ, അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മത്സരമൊക്കെ വന്നിരുന്നെങ്കിൽ, തുടർച്ചയായി 3 ഫൈനൽ ഫ്രാൻസ്, അതെ, അങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടുപോയി. അതായത് അർജന്റീനയെ സ്വപ്നം കാണാനുള്ള കാരണം എന്ന് വെച്ചാല് ഫൈനലില് എമിയും അതുപോലെ എമി വേഴ്സസ് എംബാപ്പെ മത്സരം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിരുന്നു. കാരണം കഴിഞ്ഞ ഫൈനലിൽ ഈ ഫ്രാൻസിനെ തോൽപ്പിച്ചതിന് ശേഷം എമിയുടെ ചില അംഗവിക്ഷേപങ്ങളും അതുപോലെ ഈ ആഘോഷത്തിനിടയിലും എംബാപ്പയെ വീണ്ടും അതിനകത്തേക്ക് കൊണ്ടുവരുന്നു. എംബാപ്പയെ എന്തൊക്കെയോ വിളിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെയും അവർ അർജന്റീനയിൽ ചെന്ന് അവരുടെ ആഘോഷത്തിനടക്കും എംബാപ്പയുടെ മുഖമുള്ള ഒരു ഡോളൊക്കെ എടുത്തിട്ട് പിന്നെയും എംബാപ്പയെ കളിയാക്കുന്നു. അത്രയൊന്നും കളിയാക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന അവരുടെ അർജന്റീനയുടെ ഗോളിയും പിന്നെ വീണ്ടും എംബാപ്പയും ഒരുമിക്കുന്നു. അതൊരു സ്വപ്ന ഫൈനലാകും എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നലത്തെ കളി അപ്പാർട്ട് ഫ്രോം ഇന്നത്തെ കളിയിൽ ജയേഷ് പറഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഇതാണ്. അതായത് പിന്നെ ഇത് ഡെമ്പലയും അതുപോലെ ഇവരൊക്കെ നിറമങ്ങിയ ഈ വിങ്ങേഴ്സൊക്കെ നിറമങ്ങിയ കാഴ്ചയായിരുന്നു. നമുക്കറിയാം ഡെമ്പലെ ഹാട്രിക് അടിച്ചൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന് ആ വിങ്ങിൽ അദ്ദേഹം കൃത്യമായിട്ടും പെർഫോം ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ പന്തുകൾ എത്തുന്നു. അത് അദ്ദേഹം ഗോളുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇന്നലെ ഇതേപോലെ തന്നെ ഡെമ്പലയും ചിത്രത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് ഒരു സെക്കൻഡ് ഹാഫിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായത്. ഫസ്റ്റൊന്നും ഡെമ്പലയെ അടക്കം അവർ കൃത്യമായിട്ടും പൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ പിന്നെ പ്രതിരോധം, നമ്മൾ ടിക്കി ടാക്ക 2010 ലോകകപ്പ് ലഭിച്ചപ്പോൾ ടിക്കി ടാക്കയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു ടിക്കി ടാക്ക 2.0 വേർഷൻ 2.0 വേർഷൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം. അതെ, കൂടുതലും ഷോർട്ട് പാസ്, അത് എതിരാളികൾക്ക് പന്തുകൾ നൽകാതിരിക്കുക, എതിരാളികളെ പരമാവധി ഓടിപ്പിക്കുക, അവരെ പിന്നെ പന്തിന് പുറകെ ഓടാൻ വേണ്ടി അലയാൻ വേണ്ടി വിധിക്കുക. ആ രീതിയിലാണത്. കൂടുതൽ സമയം സ്പെയിൻ്റെ മധ്യനിരയിൽ നിന്നുള്ള അവരുടെ പെർഫോമൻസും അവരുടെ ഈ ഷോട്ടുകളും അതുപോലെ തന്നെ പാസുകളുടെ കൃത്യമായിട്ടുള്ള കണക്ടിവിറ്റിയൊക്കെ നോക്കുമ്പോൾ സ്പെയിൻ എത്രയോ മുന്നിൽ നിന്നിട്ടുണ്ട്. മറുവശത്ത് ഫ്രാൻസ് ആവട്ടെ പല പാസുകളും കണക്ട് പോലും അത് ഫുള്ളാവാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പല പാസുകളും
പിന്നെ ഈ കളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സമയത്തും അത് കൃത്യമാക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നന്നായി നിറം മങ്ങി, നന്നായി ഓഫ് ഡേ ആയ ഒരു ദിവസമായിരുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആദ്യത്തെ ഗോൾ അതൊരു മേ ബി യമാലിൻ്റെ ഒരു കൗതുകം എന്ന യമാലിൻ്റെ ഒരു തന്ത്രപരമായ നീക്കം എന്ന രീതിയിലാണ് ആ പെനാൽറ്റി ലഭിച്ചതെന്ന് തോന്നുന്നു. അതായത് മത്സരത്തിന് ശേഷം നമ്മളിപ്പോൾ പത്രത്തിലും അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുമ്പം യമാലിനെ ചവിട്ടിയിട്ടു, അതിനുശേഷം പെനാൽറ്റി ലഭിച്ചു, പ്രതിരോധ നിരക്കാരൻ യമാലിനെ ചവിട്ടിയിട്ടു, പിന്നെ ഇത് ലഭിച്ചു എന്ന് പറയുന്ന നമ്മളത് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും. അത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് പെനാൽറ്റി തന്നെ കിട്ടേണ്ടതാണ് എന്ന തരത്തിൽ നമുക്ക് ചിന്തിച്ചു പോയേക്കാം. പക്ഷേ ആക്ച്വലി നമ്മളൊക്കെ കളി കണ്ടതാണ്, ആ പന്തിലേക്ക് ഇദ്ദേഹത്തിന് യമാലിന് ആ ഒരു പന്ത് എടുക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നിയ ഒരു ഘട്ടമായിരുന്നു. അതായത് ആ പന്ത് പ്രതിരോധക്കാരൻ എടുക്കുന്നു, പിന്നെ അതിനുശേഷം പന്ത് അദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് വരുന്നു, ആ പന്തിലേക്ക് യമാൽ ആക്രമിച്ചെത്തുന്നു, കുതിച്ചെത്തുന്നു. അദ്ദേഹം പോലും ഒരു സൈഡ് വിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു. റഫറി അത് കൃത്യമായിട്ടും കണ്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ പന്തിലേക്ക് കുതിച്ചെത്തിക്കൊണ്ട് അറിയാം അതൊരു പെനാൽറ്റി ബോക്സാണ് എന്ന് യമാലിന് അറിയാം. അദ്ദേഹത്തിൻ്റെ കൗശലമാണ് കൃത്യമായിട്ടും ആ പെനാൽറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് നിയമപരമായി പിന്നെ പെനാൽറ്റി ആയിരിക്കാം എങ്കിൽ കൂടിയും അവിടെ പിന്നെ പെനാൽറ്റിക്ക് ആക്രമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പം യമാലിൻ്റെ ബ്രില്യൻസ്, യമാലിൻ്റെ പിന്നെ ബുദ്ധിപരമായ ബ്രില്യൻസ്, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, കുശാഗ്ര ബുദ്ധി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു ലൈനിലുള്ളൊരു തന്ത്രമാണ്. 18-കാരനാണ് അത് കുശാഗ്രബുദ്ധി കാണിച്ചതെന്നാണ് അതെ 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 അതായത് ആ പന്ത് അദ്ദേഹത്തിന് എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നല്ല, അദ്ദേഹം ആ പന്ത് കൃത്യമായിട്ടും പിന്നെ ആ പന്തിലേക്ക് അങ്ങ് ആക്രമിച്ചങ്ങ് ചെല്ലുക, പന്ത് കളിക്കാനുള്ള ഇൻറ്റൻഷനേക്കാൾ ഉപരി അവിടെ ഒരു പെനാൽറ്റി നേടിയെടുക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനായിരുന്നു അവിടെ മുന്നിൽ നിന്നത്. അങ്ങനെയുള്ള ഒരു പെനാൽറ്റി ആയിരുന്നു. ആ പെനാൽറ്റിയോട് കൂടിയിട്ട് ഫ്രാൻസ് 1-0 പിറകിലാവുന്നു. അവിടെ അവർക്ക് അവരുടെ പിന്നെ അതിനുശേഷം അവരുടെ മൊമെൻറ്റം ഒന്നുകൂടി നഷ്ടപ്പെടുന്നു. അതായത് ഫ്രാൻസ് ഇന്നലെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഫ്രാൻസിന് എംബാപ്പെ അടക്കം എല്ലാവരും പൂട്ടിയ മത്സരമായിരുന്നു. അപ്പോൾ ഈ ഗോൾ വന്നതിന് ശേഷം ഒന്നുകൂടി അവരുടെ പിന്നെ ആത്മവിശ്വാസമൊക്കെ ഒന്ന് തകരുന്നുണ്ട്. പിന്നെ കളിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. എംബാപ്പയൊക്കെ ഒരു സമയത്തൊക്കെ നന്നായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഫ്രാൻസിൻ്റെ പ്രതിരോധം വളരെ ഈ സ്പെയിനിൻ്റെ പ്രതിരോധം അവർ കൃത്യമായിട്ടും ഇവരെ 3 പേരെയും ഒലീസെ പകുതിക്കൊന്നേ പിന്നെ പിൻവലിച്ചിട്ടുണ്ട്. അപ്പം ഡെമ്പലെ എനിക്കൊന്ന് പിന്നെ എംബാപ്പെ കുറച്ചെങ്കിലും പിന്നെ അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഡെമ്പലെ എന്താണ് കളിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മുന്നേറ്റ നിരയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുക. പക്ഷേ നമുക്കിന്ന് പിന്നിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് തന്നെ ഏറ്റവും പ്രസക്തമാണ്. സാധാരണഗതിയിൽ ഫ്രാൻസ് ഒരു ഗോൾ വഴങ്ങിയെന്നിരിക്കട്ടെ, പിന്നെ നമ്മൾ കാണുന്നത് അവർ ആ ഗോൾ തിരിച്ചടിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഫ്രാൻസിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഫ്രാൻസിൻ്റെ ഈ പേര് കേട്ട മുന്നേറ്റ നിരയെ ഒരവസരവും നൽകാത്ത രീതിയിൽ, അതായത് 80-ാം മിനിറ്റ് വരെ ഒരു ഷോട്ട് പോലും ഉതിർക്കാൻ, ഗോളിലേക്ക് ഷോട്ട് പോലും ഉതിർക്കാൻ ഫ്രാൻസിന് കഴിയാതെ പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു ആദ്യമായിട്ട്. ഫ്രാൻസിൻ്റെ നിരയെ തന്നെ ഉനൈ സിമണിൽ തന്നെ തുടങ്ങാം. നമുക്ക് പലപ്പോഴും കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഗോളിമാർ എന്ന് പറഞ്ഞാൽ പന്ത് പിടിക്കാനുള്ളവരാണെന്ന് പറയുന്ന ആ ദൗത്യം അദ്ദേഹം ഭംഗിയായിട്ട് നിറവേറ്റുന്നത് കണ്ടു. സേവുകൾക്കുപരി പന്ത് പിടിച്ച് നിർത്തുക, പലപ്പോഴും മൊമെൻറ്റം കളയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു പന്ത് എന്നുള്ളതാണ്. പിന്നെ പിന്നിൽ നിന്ന് തുടങ്ങാം, കുക്രയെ തുടങ്ങുന്ന നീക്കങ്ങൾ. കുക്രയെ ഒലീസ അടക്കമുള്ളവരെ ഫലപ്രദമായി തടയുന്നതിനൊപ്പം അദ്ദേഹം മറുഭാഗത്തേക്ക് വിങ്ങിലേക്ക് എപ്പോഴും സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് തുടക്കത്തിലൊരു ബുക്കിംഗ് കിട്ടുന്നുണ്ട്, പക്ഷേ അത് അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. കളിയിൽ അത് പ്രകടമാക്കുന്നില്ല. രണ്ടാമത്തേക്ക് വരുമ്പോൾ ലപ്പാട്ടോ അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത് മുഴുവൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഏരിയയ്ക്ക് മുമ്പിലുള്ള ആ ഒരു ഭീഷണികൾ കംപ്ലീറ്റ് അദ്ദേഹം ഒഴിച്ചു മാറ്റുന്നുണ്ട്. കുബാർസിയിലേക്ക് വരുമ്പോഴും അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഡ്രിബിളിങ്ങുകൾ പലപ്പോഴും കാഴ്ചവെക്കുന്നത്. മറുഭാഗത്ത് റൈറ്റ് വിങ്ങിലേക്ക് വന്നാൽ പോറോയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം രണ്ടാമത്തെ വിജയ ഗോൾ തന്നെ അദ്ദേഹം നേടുന്നു എന്നുള്ളതിനൊപ്പമാണ്. അത് മാത്രമല്ല ഗംഭീരമായിട്ടുള്ള കളി അദ്ദേഹം കാഴ്ചവെക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറുഭാഗത്ത് പ്രതിരോധത്തിന് പറ്റിയ ആ പിഴവ്, രണ്ടാമത്തെ പിഴവ്, ഡൈനെ വരുത്തുന്ന ആദ്യത്തെ പെനാൽറ്റിയിലേക്കുള്ള പിഴവ് അടക്കമുള്ള കാര്യങ്ങൾ മറുഭാഗത്തെ പ്രതിരോധ നിരക്ക് സംഭവിക്കുമ്പോൾ ഇവിടെ ഒരു ഉറച്ച കോട്ടയായിട്ട് സ്പെയിൻ മാറുകയാണ്. അപ്പം സ്പെയിൻ്റെ പ്രതിരോധ നിര അത് ഫുൾ മാർക്ക് അർഹതപ്പെടുന്ന ഒരു മത്സരമാണ് ഇന്നലെ ശരിക്കും നടന്നത്. ഉറപ്പായിട്ടും അതിൽ ആദ്യം തന്നെ MSKയുടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ക്ലിയർ പെനാൽറ്റിയാണത്. കാരണം അല്ല, അതിൽ രണ്ടഭിപ്രായം ഉണ്ടാവും. എന്താ അല്ല, രണ്ടഭിപ്രായത്തിലല്ല, ഓഫ് ദ ബോളിൽ ഒരു പ്ലെയറെ ചവിട്ടി, പക്ഷെ അതിന്റെ ഇന്റൻഷൻ ഒന്ന് നോക്കുക. അതായത് ഫസ്റ്റ് അത് ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു, ഇന്റൻഷൻ മാറ്റി എടുത്തു. അപ്പോ അദ്ദേഹം ലൂക്കാസ് ഡിന്നെ അത് നിയമപരമായിട്ട് ഗോളായിരിക്കാം, പക്ഷെ ബോക്സിൽ നിന്ന് ബോൾ ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്, ബോൾ താഴ്ന്നെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം കാല് വീശടിക്കുന്നത്. യമാല് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. അവിടെ യമാലിന് ഉറപ്പായിട്ടുള്ള സാധ്യതയുണ്ട്. ഓഫ് ദ ബോൾ ഉണ്ടെങ്കിലൊക്കെ പ്ലെയർ എന്ത് ചെയ്താലും ഫൗളാണ് MSK. ഓഫ് ദ ബോൾ അതും ചവിട്ടി വീഴ്ത്താണ്. നിങ്ങൾ അത് കിക്ക് കാണുന്നില്ലേ പറയുന്നത്, അദ്ദേഹം യമാലിനെയല്ല ചവിട്ടുന്നത്. പക്ഷെ ഓഫ് ദ ബോൾ ഒരു പ്ലെയറെ വീഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ചവിട്ടാ. വീഴ്ത്തി കഴിഞ്ഞാൽ അത് വേറൊന്നും എവിടെ നോക്കാനില്ല. അത്
ഇന്റൻഷനിലാണോ അല്ലോ എന്ന് നോക്കാമല്ലോ. ഓഫ് ദ ബോൾ ആണെങ്കിൽ റഫറിക്ക് അത് പെനൽറ്റി കൊടുക്കുന്നില്ല. റെഡ് കിട്ടാതെ പോയത് ഭാഗ്യം ഞാനത് തന്നെയാണ്. പറഞ്ഞത് ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അവിടെ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ കൃത്യമായിട്ടും പെനാൽറ്റി നേടിയെടുക്കുക അതാണല്ലോ കളിക്കാൻ എന്നുള്ള അദ്ദേഹത്തിന്റെ കൗശലമാണ്, കുശാഗ്ര ബുദ്ധിയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിയമപരമായിട്ട് ഗോളല്ല എന്നല്ല. അദ്ദേഹത്തിന്റെ പിന്നെ അവിടെ ഒരു കാര്യം ഇദ്ദേഹത്തിന് ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു ആ പന്ത് ചവിട്ട് കിട്ടുന്നതിന് മുമ്പ്. അപ്പം അങ്ങനെ ഒരു കൂടി റഫറിക്ക് പരിഗണിക്കാമായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. അത് ഗോളല്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. അഭിനന്ദനാണെങ്കിലൊക്കെ അഭിനന്ദനാണ്. അതൊരു ഇന്റൻഷൻ, യമാലിന്റെ ഇന്റൻഷൻ ആ ബോൾ നേടിയെടുക്കാൻ, അതായത് സ്ട്രൈക്കർ അവിടെ ഫ്രണ്ടിലേക്ക് ഓടി ബോൾ കളിക്കുക എന്നുള്ളതല്ല, ഒരു പെനാൽറ്റി നേടിയെടുക്കാന്നുള്ള ഇന്റൻഷൻ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, വട്ടവർ. അപ്പോൾ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഒരു പേര് മാറുന്നു, ഉനായ് സൈമൺ. അദ്ദേഹമാണ് കൃത്യമായിട്ട് ഡിഫൻസ് ഏകോപിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പൊസിഷനിങ് ഭീകരമായിരുന്നു. ഫ്രാൻസ് കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യപ്പെട്ടെങ്കിലും ഷോട്ടുകൾ തീർക്കുന്നുണ്ട് അവരൊരു 4 ഓൺ ടാർഗറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ഉനായ് സൈമന്റെ പൊസിഷനിങ് കറക്റ്റ് ആയിരുന്നു, എവിടെയും തെറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗ്യാപ്പ് കിട്ടിയാൽ അങ്ങോട്ട് അടിച്ചു കയറ്റുന്ന പ്ലെയറാണ് എംബാപ്പെ, നമുക്ക് നന്നായിട്ട് അറിയാം. ഡംബലെ ആയിക്കോട്ടെ, ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലെ ഷൂട്ട് ചെയ്യുന്ന പ്ലെയറാണ്. ഒലീസ കൃത്യമായിട്ട് കീ പാസ് ഉണ്ടാക്കി കൊടുക്കുന്ന പ്ലെയറാണ്. ഡെസ്റ്റുഡെ ആയാലും ബാർക്കോള ആയാലും ഏത് ഒരു സൂചിപ്പഴുത് കിട്ടിയാൽ അതിലൂടെ ഡാൻസ് ചെയ്ത് കയറുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ അവർ വരവും അവരുടെ ഷോട്ടൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉനായ് സൈമന്റെ പൊസിഷനിങ് പെർഫെക്റ്റ് ആയിരുന്നു. അതിൽ തന്നെ ഫ്രാൻസ് പകുതി പോകുന്നുണ്ട്. പിന്നെ കുബാർസിയും ലപ്പോർട്ട് ചെയ്യുമ്പോൾ കുബാർസിക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. ഇപ്പം നമ്മൾ യമാലിനെ 18 എന്ന് പറഞ്ഞാൽ യമാലിനേക്കാളും ഒരു വയസ്സ് മാത്രമേ ഏറെയുള്ളൂ കുബാർസിക്ക്. അദ്ദേഹം ബാഴ്സലോണയിൽ അദ്ദേഹം കളിക്കുന്ന കളി നമ്മൾ കാണുന്നുണ്ട്. അതേ മികവ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിലേക്ക് റേഞ്ചിലാണ് അദ്ദേഹം സ്പാനിഷ് ടീമിൽ കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോൾ റിക്കവറിങ് ആയിക്കോട്ടെ, ടാക്ലിങ്ങിലായിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റ് ആണ്. അതും ഇന്നലെ ലിറ്ററലി എംബാപ്പയാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. പേസ് കൊണ്ടും ഫിസിക്ക് കൊണ്ടും എല്ലാം കൊണ്ടും സ്ട്രോങ് ആയ ഒരു പ്ലെയറാണ്, എക്സ്പീരിയൻസ് കൊണ്ടും. പക്ഷേ കുബാർസിയും ലപ്പോർട്ടയും സിമ്പിളായിട്ട് അനായാസം അത് തൂക്കി എന്നുള്ളതാണ്. ഒപ്പം 2 വിങ് ബാക്സിനെ എടുത്ത് പറയണം. പെട്രോ പോറോ കഴിഞ്ഞൊരു 3 മാച്ചായിട്ട് ഒരു ഗുഡ് മോഡ് ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഗോൾ അടിക്കുന്നുണ്ട്, നന്നായിട്ട് കയറുന്നുണ്ട്. ഇന്നലെ യമാലിന് അവിടെ ഹാഫ് സ്പേസിൽ അത്രയും ഒരു അവസരങ്ങൾ കിട്ടാൻ കാരണം തന്നെ പെട്രോ പോറോയും യമാലും തമ്മിലുള്ള കണക്ഷൻ അതിഭീകരമായിരുന്നു. അല്ലേ, അത്രയും ഗംഭീരമായിട്ട് യമാലിലേക്ക് അദ്ദേഹം കൃത്യമായിട്ട് പന്ത് എത്തിക്കുന്നുണ്ട്. ഒന്ന്, പെട്രോ പോറോ നിലവിലുള്ള സ്പാനിഷ് ടീമിലെ കുറെ കൂടി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. എങ്ങനെയും കയറും, നന്നായിട്ട് ബോള് ഏരിയയിലാണെങ്കിലും എല്ലാം ക്ലിയർ ചെയ്ത് ഒഴിവാക്കാനും മിടുക്കനായിട്ടുള്ള പ്ലെയറാണ്. നല്ല വർക്ക് റേറ്റ് ആണ്. വർക്ക് റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ കുക്കുറേനെ പറഞ്ഞേ തീരും. അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്, ഗ്രൗണ്ടിൻ്റെ എല്ലായിടത്തും ഉണ്ട്. മുടിയെല്ലാം അങ്ങനെ അതാക്കി അദ്ദേഹം ഓടുന്ന മഞ്ഞക്കാട് കിട്ടിയതിന് ശേഷം അദ്ദേഹം, അതെ, കുക്കുറയുടെ അതാണ് ഫസ്റ്റ് ഒരു സാധാരണ ഒരു കാർഡ് കിട്ടി കഴിഞ്ഞാൽ ഒന്ന് ഡൗൺ ആവും. ഇപ്പോൾ മറുവശത്ത് എനിക്ക് തോന്നുന്നു റാബിയോട്ടിനാണ് തോന്നുന്നു, റാബിയോട്ട് ഒന്ന് ഡൗൺ ആയി. ഇനി റെഡ് വന്നു കഴിഞ്ഞാൽ അത് പണിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ജയിക്കുകയാണെങ്കിൽ ഫൈനലിൽ മിസ്സാവും, അല്ലെങ്കിൽ ഈ മത്സരത്തിൽ തന്നെ 10 പേരിലേക്ക് പോയി സമ്മർദ്ദത്തിലേക്ക് പോകുന്ന രീതിയുണ്ട്. പക്ഷേ കുക്കുറെ എല്ലാം ഗംഭീരമായി ഓവർകം ചെയ്തു എന്നുള്ളതാണ്. കുക്കുറയുടെ ഈ ഫോം ഉറപ്പായിട്ടും റയൽ മാഡ്രിഡ് ഫാൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക. അടുത്ത സീസണിൽ റയലിൽ കളിക്കാൻ പോകുന്ന പ്ലെയറാണ്. പല റയൽ ഫാൻസിനെയും പോസ്റ്റുകൾ കാണുന്നുണ്ട്, റയലിലും ഈ ഫോമിൽ കളിച്ചേക്കണേ, ഈ വർക്ക് റേറ്റ് ഉണ്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുക്കുറെ ഒരു ഗംഭീര പ്ലെയറാണ്. ഒപ്പം തന്നെ നമ്മൾ ഡിഫൻഡർ അല്ലെങ്കിൽ പോലും ഡിഫൻസിനെ പറയുമ്പോൾ ഉറപ്പായിട്ടും പറയേണ്ട പേര് തന്നെയാണ് നേരത്തെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, റോഡ്രിയുടേത്. റോഡ്രി ഒരു പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ അദ്ദേഹം ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫുട്ബോളറുടെ ശരീരഭാഷ എന്നല്ല, അദ്ദേഹം ജേഴ്സിയൊക്കെ കൃത്യമായി ടക്കിൻ ചെയ്ത് പണ്ടത്തെ ഫുട്ബോളേഴ്സ് പോലെ ഇപ്പം അങ്ങനെ ടക്കിൻ ചെയ്തെന്ന് ആരും കാണില്ല. ഒന്നിലും ഒരു സൈഡ് കുത്തിയാൽ വളരെ ഫ്രീ ആക്കി വിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ടക്കിനൊക്കെ ചെയ്ത് വളരെ നല്ലൊരു അങ്ങനെ അങ്ങ് ഇറങ്ങി. പക്ഷേ ഒരു പഴുതും കൊടുക്കില്ല എന്നുള്ളതാണ്. ഒലീസയെ പോലെ ഈ വേൾഡ് കപ്പിൽ 5 അസിസ്റ്റുള്ള, വേൾഡ് കപ്പിൽ ഇന്നലത്തെ മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ ഗോൾഡൻ ബോൾ റേസിൽ ഏറ്റവും മികച്ച പ്ലെയർക്കുള്ള പുരസ്കാരത്തിൽ വലിയ രീതിയിൽ മുന്നിലുണ്ടായിരുന്ന ഒലീസയെ, 5 അസിസ്റ്റുള്ള ഒലീസയെ ഒരു തരത്തിൽ പോലും നിലനിർത്താൻ അനുവദിക്കാതെ പൂട്ടി എന്ന് പറയുന്നതിലുണ്ട് റോഡ്രിയുടെ മികവ്. അതുപോലെ തന്നെ മിഡിലേക്കും ഫ്രണ്ടിലേക്കും പന്തെത്തിക്കാനും റോഡ്രിക്ക് കഴിഞ്ഞു. ഈ 4 പേര് പ്ലസ് റോഡ്രി ഉള്ളത് കൊണ്ടാണ് സ്പെയിന് ഡിഫൻസ് ഒരു തരത്തിലും ഷാറ്റേഡ് ആവാത്തത്. ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 പിന്നീട് റൗണ്ട് ഓഫ് 32 മുതൽ ഇപ്പോൾ വരെ 7 മത്സരം കളിച്ചതിൽ ഒരേ ഒരു ഗോൾ, ബെൽജിയത്തിനെതിരായ കെറ്റഗറി അടിച്ച ഒരൊറ്റ ഗോൾ മാത്രമാണ് ഉനായ് സൈമന്റെ പോസ്റ്റിലേക്ക് കയറിയത്. അതിലുണ്ട്, അതിപ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ടീമുകളായിട്ട് അവർ കളിച്ചു, എന്നിട്ട് പോലും ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 7 മത്സരങ്ങളിൽ നിന്ന്, ലോകകപ്പിലെ 7 മത്സരങ്ങളിൽ നിന്ന് ഗോളിന്റെ എണ്ണത്തിൽ ഇതുവരെ വന്നതിൽ റെക്കോർഡുകൾ പിറന്ന, ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന ഈ ലോകകപ്പിൽ ഒരു ഗോൾ പോലും, ഒറ്റ ഗോൾ മാത്രമാണ് 7 മത്സരങ്ങളിൽ നിന്ന് സ്പെയിൻ വഴങ്ങിയത് എന്നുള്ളതിലുണ്ട്
സ്പെയിൻ്റെ ഡിഫൻസീവ് മികവെന്ന് പറയുന്നത്. സ്പെയിൻ്റെ ഡിഫൻസിനെ പറ്റി പറയുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ് പ്രശ്നമാണ്. മറുഭാഗത്ത് ഫ്രാൻസിൻ്റെ ഡിഫൻസിനെ പറ്റി പറയുമ്പോൾ ആ ഡിനെ വരുത്തിയ ആ ഒരു വലിയ പിഴവ് അത് ആ അർത്ഥത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ടതാണെങ്കിൽ പോലും പ്രതിരോധ നില പാളിയതാണോ ഏറ്റവും പ്രധാനം? മാത്രമല്ല ഈ പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമായ കാര്യമാണ്. ഒറ്റ ഗോളാണ് അവർ ഇതുവരെ വഴങ്ങിയിട്ടുള്ളത്. അതും ബെൽജിയത്തിനെതിരെ. അല്ലായിരുന്നുവെങ്കിൽ തുടർച്ചയായിട്ടുള്ള 7ാം മത്സരത്തിലും അവർക്കൊരു ക്ലീൻ ഷീറ്റുമായിട്ട് സ്പെയിൻ മടങ്ങിയേനെ. അപ്പോൾ അത് അടുത്ത മത്സരത്തിലേക്കുള്ള സാധ്യതകൾ വലുതാക്കുകയാണ് സ്പെയിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം 2010 സ്പെയിൻ ഇതിനു മുമ്പ് ഫൈനലിൽ എത്തിയതും സ്പെയിൻ ഗോൾ അടിക്കുന്നില്ല എന്നൊരു പരാതി കൂടിയുണ്ട്. പക്ഷേ അവർ ഗോൾ കണക്ക് നോക്കുകയാണെങ്കിൽ 13 ഗോളുകൾ മാത്രമേ ഇതുവരെ അടിച്ചിട്ടുള്ളൂ. പക്ഷേ വേണ്ട ഘട്ടത്തിൽ സ്പെയിനെതിരെ ഏറ്റവും വലിയ പരാതി നമ്മൾ പറയേണ്ടത് ഗോൾ അടിക്കുന്നില്ല, പന്ത് കൈവശം വെച്ച് അവര് ഫസ്റ്റ് കേപ്പ് വെർദെ ആയിട്ടുള്ള കളിയിൽ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞപ്പോൾ നമ്മളൊക്കെയും പരിഹസിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു 200 പാസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ 1000 പാസ്സായിട്ട് റെക്കോർഡ് തികച്ചേനെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സ്പെയിൻ നമ്മൾ കഴിഞ്ഞ 2-3 മത്സരങ്ങളൊക്കെ കണ്ടപ്പോൾ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ സ്പെയിന് അവരാവശ്യമുള്ള സമയത്തെ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് മാത്രമാണ് അവർ അടിക്കുന്നത്. അവർ ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടാനുള്ള പിന്നെ ആഗ്രഹമൊന്നും അവർക്കുള്ളതായിട്ട് തോന്നുന്നില്ല. അവർ കൃത്യമായിട്ടും അവരുടെ ആ രീതി അനുസരിച്ച് ഒരു ഗോൾ അടിക്കുന്നു, പിന്നെ പതിയെ പിന്നെയും തിരിച്ച് അവരുടെ ഏരിയയിലേക്ക് പോകുന്നു, കുറേ പ്രാവശ്യം ടിക്കി ടാക്ക ലൈനിൽ പാസ് ചെയ്ത് ഇത് പോകുന്നു. ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ അവർ ഗോളിലേക്ക് പോകുന്നു. ഒരു കണ്ടിന്യൂസ് അറ്റാക്ക് എന്നുള്ള ലൈനിൽ അറ്റാക്ക് അവരിന്ന് കാണാറില്ല അവർക്ക്. പക്ഷേ അവർ കൃത്യമായിട്ട് പ്രസ്സിങ് ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാൻസിനെതിരെ ഉള്ളതിൽ ഫ്രാൻസിൻ്റെ ഗോളി ഏറ്റവും കൂടുതൽ പരിഭ്രാന്തനായി നിന്നൊരു സമയമായിരിക്കും. കാരണം ഏത് സമയത്തും അദ്ദേഹം ബോൾ ഒരാൾക്ക് പാസ് ചെയ്യുന്ന സമയത്ത് 1-2 കളിക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് പല സമയത്തും അവരുടെ ആ ലൈനിൽ അറ്റാക്ക് അവിടെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഗോൾ അടിക്കുന്ന സമയത്ത് അവർക്കൊരു ഒരു പ്രത്യേക ഇപ്പോൾ കഴിഞ്ഞ ടാക്ടിക്സിൽ ജയേഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ഈ ബോക്സിനകത്ത് അവർ ഒരു എക്സ്ട്രാ പാസ് കൂടി എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നല്ലൊരു പോയിന്റാണ്. കാരണം അവർക്ക് ആ എക്സ്ട്രാ പാസിന് മുമ്പേ ഒരുപക്ഷെ ഷോട്ട് ഉതിർത്തിരുന്നെങ്കിൽ ഗോൾ ആവുമായിരുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒരു രീതി അനുസരിച്ച് ആ എക്സ്ട്രാ പാസിലേക്കും പോകുന്നു. അവർ കുറച്ചുകൂടി അവർക്ക് വേണ്ട സമയത്ത് അവർ ഗോൾ അടിക്കുന്നു എന്ന ലൈനിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ മത്സരം നമ്മൾ എംബാപ്പെ മിസ് ചെയ്തൊരു നല്ലൊരു അവസരം ഉണ്ടായിരുന്നു. കൃത്യമായിട്ടും ഗോളാക്കാൻ കഴിയുന്ന തുടക്കത്തിൽ മിസ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു അവസരം ഗോളി ഒരുപാട് മുന്നിലേക്ക് നിന്ന സമയത്ത് 2-3 ശ്രമങ്ങളുണ്ടായിരുന്നു. ഒരു തവണ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്ന അതാ ഞാൻ പറഞ്ഞത്. പോസ്റ്റ് ഒഴിഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്ന് ബോള് ആ 2 അവസരം മിസ് ചെയ്തത് തീർച്ചയായിട്ടും ഫ്രാൻസ് സ്പെയിനെ പോലുള്ള അതുപോലെ ബാർക്കോള 1-2 അവസരങ്ങളിൽ സെൽഫിഷ് ആയി എന്നുള്ളതാണ്. അത് കുറെ കൂടി പാസ് പോയിരുന്നെങ്കിൽ കുറേ കൂടി നന്നായിരുന്നു. ഒന്ന് ഈ ഫ്രാൻസ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒന്ന് ഗോളി ഇല്ലാത്ത പോസ്റ്റിലേക്ക് ഒന്ന് ചിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗോളാവുമായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ അവര് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓഫ് ഡേ ആയിരുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. ഫ്രാൻസ് ആ ഓഫ് ഡേ പക്ഷേ സെമിയുടെ അന്ന് തന്നെ ആയിപ്പോയി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം മത്സരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ദിദിർ ദശാംസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഇന്നലെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച പോലും നമ്മൾ കാണുകയുണ്ടായി. ശേഷം പറഞ്ഞു, അതായത് ഒരു ലോകകപ്പിന്റെ സെമി ഫൈനലൊക്കെ നിയന്ത്രിക്കാൻ ക്വാളിറ്റിയുള്ള റഫറിംഗ് ആണോ ഇത് എന്നൊക്കെ അദ്ദേഹം മത്സരശേഷം ഫസ്റ്റ് പറഞ്ഞത്. അത് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്പെയിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് അവർക്ക് ഒരു ഗോൾ വഴങ്ങിയാൽ ഒരു പ്രശ്നമല്ല, അവർ ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്നുള്ളൊരു പൊസിഷൻ, ഒരു വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ തകർന്നടിഞ്ഞു എന്നുള്ളതാണ്. 80-ാം മിനിറ്റിൽ പോലും, അവസാന 10 മിനിറ്റുകൾ നമ്മൾ ഗെയിം മാറുമെന്ന് കരുതുന്നെങ്കിൽ പോലും അവിടെയും സ്പെയിൻ ഒരു ഫ്രാൻസിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ നിരാശ ജനിപ്പിക്കുന്ന സംഭവമായി. മറിച്ച് 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷവും തിരിച്ചു വരുന്ന ഫ്രാൻസിനെയാണ് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിലടക്കം നമ്മൾ കണ്ടതെങ്കിൽ ഇന്നലെ അത് ഫലപ്രദമായി പൂട്ടാൻ സ്പെയിന് കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നു സ്പെയിനെ സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു നീക്കം, തന്ത്രപരമായ നീക്കം എന്ന് പറഞ്ഞത് ഒറ്റ ഗോളിൻ്റെയോ 2 ഗോളിൻ്റെയോ ലീഡിൽ അവർക്ക് അടിച്ചു തൂങ്ങിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പല കളികളിലും പലർക്കും സംഭവിച്ചു പോകുന്നത് അതാണെന്ന് തോന്നുന്നു, അർജന്റീനയ്ക്കടക്കം. അതായത് ഗോൾ നേടി സുരക്ഷിതമാണെന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നിലേക്ക് വലിഞ്ഞ് ഡിഫൻസിലേക്ക് പോകാതെ ഇന്നലെ സ്പെയിൻ അവസാന നിമിഷവും ആക്രമിക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തുടർച്ചയായിട്ടുള്ള ആക്രമണത്തിന് പകരം സ്വന്തം ഹാഫ് കൂടി പോസ്റ്റ് കൂടി സംരക്ഷിക്കുന്ന ഒരു ഗതികേട് കൂടി വന്നു. അതാണോ ഫ്രാൻസിനെ ഇന്നലെ പകപ്പിലേക്ക് കൊണ്ടുപോയത്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊസിഷൻ ഫുട്ബോൾ കഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ടീമേ ഫ്രാൻസ് ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ഹാഫിൽ അർജന്റീന പൊസിഷൻ ഫുട്ബോൾ കളിച്ചു, ഫ്രാൻസിന് അധികം പന്ത് കിട്ടുന്നില്ല, നിഷ്പ്രഭരായി, അർജന്റീന 2 ഗോളിൻ്റെ ലീഡിൽ പിടിക്കുന്നു. പിന്നീട് സംഭവിച്ചത് സെക്കൻഡ് ഹാഫിൽ അതിൽ ഏറ്റവും ക്രൂഷ്യലായത് ഡിമരിയയുടെ സബ്ബായിരുന്നു, നമുക്കറിയാം. പിന്നീട് ഫ്രാൻസ് കിട്ടിയ അവസരങ്ങളിൽ വന്നൊരു ഗോൾ അടിച്ചപ്പോൾ ആകെ ഷാറ്റേഡായി. പിന്നീട് ആ ഗോള് ഇത് ചെയ്യാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി അർജന്റീന നിർബന്ധിതരാകുന്നു. അവർ ഡിഫൻസ് മോഡിലേക്ക് പോകുന്നു, ഫ്രാൻസ് അടിച്ചു കയറ്റുന്നു.
ഇവിടെ സ്പെയിൻ ചെയ്യുന്നത് എന്താ, 2 ഗോൾ ലീഡാണെങ്കിലും വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഒരു 80 മിനിറ്റിന് ശേഷം 2 ഗോള് വേറെ ഏത് ടീമാണെങ്കിലും പ്രതിരോധിക്കാൻ നിൽക്കും. പക്ഷേ സ്പെയിൻ കളിക്കുന്നത് ഓപ്പൺ ഫ്ലേ ഫുട്ബോൾ തന്നെയാണ്. അവർ അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. ഒന്നതിനൊക്കെ ക്വാളിറ്റി ഉണ്ട്. മാത്രമല്ല ഈ ഫ്രാൻസൊക്കെ ചെയ്യുന്ന ഒന്ന് സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ ചെയ്ത് കയറി അടിച്ച് ഗോൾ അടിക്കാൻ കെൽപ്പുള്ള അറ്റാക്കിംഗ് നിര ഫ്രാൻസിനുണ്ട് എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ സ്പെയിനിൻ്റെ ക്വാളിറ്റി പൊസിഷൻ ഫുട്ബോൾ കളിച്ചുകൊണ്ട്, പ്രസ്സിങ് ഫുട്ബോൾ കളിച്ചുകൊണ്ട്, ഒരു ബോൾ ഇൻ കേസ് പോയാൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. ഇൻ കേസ് ഒരു ബോൾ പോയാൽ തന്നെ ഹൈ പ്രസ്സിങ് കൊണ്ട് ആ ബോൾ ഒരു 3-4 നീക്കം കൊണ്ട് സ്പെയിനിൻ്റെ കയ്യിൽ വാങ്ങും. അപ്പോൾ ഏത് കൗണ്ടർ അറ്റാക്ക് വന്നു കഴിഞ്ഞാലും കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോൾ വേണം. ആ ബോൾ കൊടുക്കാതെ 90 മിനിറ്റും അല്ലെങ്കിൽ ഒരു 120 മിനിറ്റും കളിക്കാനുള്ള ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് സ്പെയിൻ്റെ ഏറ്റവും വലിയ ധൈര്യവും അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കോൺഫിഡൻസും. ആ രീതിയിൽ തന്നെയാണ് അവർ ഫ്രാൻസിനെ ഔട്ട് ക്ലാസ് ചെയ്യുന്നതും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതുകൊണ്ട് ഇനി മുന്നേറ്റത്തിലേക്ക് ഈ മത്സരം ഈ വിലയിരുത്തപ്പെട്ടുന്നത് യമാൽ വേഴ്സസ് കിലിയൻ എംബാപ്പെ എന്നുള്ളതായിരുന്നു. അതിവേഗ ഫുട്ബോൾ കളിക്കുന്ന 2 താരങ്ങൾ. മറുഭാഗത്ത് ഇന്നലെ സ്കോർ കാർഡ് നോക്കുമ്പോൾ യമാലിൻ്റെ പേരിലൊരു സംഭാവന സ്കോറായിട്ട് അവിടെ ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം നൽകിയിട്ടുള്ള സൃഷ്ടിച്ചെടുത്ത ആദ്യ അവസരം അത് തന്നെയാണ് കളി നിർണായകമായെന്ന് തോന്നുന്നു. ഫ്രാൻസിനെതിരെ ആദ്യം ഗോൾ അടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരുപക്ഷെ ആദ്യം ഗോൾ വഴങ്ങിയിരുന്നെങ്കിൽ സ്പെയിന് താളത്തിലേക്ക് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായേനെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ച് അവർക്ക് അവസാന നിമിഷങ്ങളിലേക്ക് കളിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒഴിവാകുന്നു എന്നുള്ളതാണ്. ഇനി ആദ്യത്തെ ഗോളിലേക്ക് തന്നെ വരാം. യമാൽ ഒരു അവസരം സൃഷ്ടിക്കുന്നു, അത് ഗോളാക്കി മാറ്റുക എന്നുള്ള ദൗത്യം ഓയർസബാൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഓയർസബാൽ ആദ്യ മത്സരത്തിൽ ഏറ്റവും വലിയ വിമർശനങ്ങൾ നേരിട്ടൊരു കക്ഷിയാണ് എന്ന് പെനൽറ്റി മിസ്സിൻ്റെ അല്ല, അദ്ദേഹം പന്ത് കിട്ടാൻ പോലും ടച്ച് ചെയ്യാൻ പോലും ഏറെ വൈകി എന്ന ആദ്യ മത്സരത്തിൽ ആദ്യത്തെ 30 മിനിറ്റ് പന്ത് തൊടാത്ത സ്ട്രൈക്കർ ഒരു പന്ത് തൊടാൻ 30 മിനിറ്റ് എടുത്തു. പക്ഷേ അദ്ദേഹം പിന്നീട് ഫ്രാൻസിന്റെ വിശ്വസ്ത താരമായിട്ട് മാറുന്നു. ഡബിൾ അടിക്കുന്നു. അല്ല അദ്ദേഹം അവസാനം അടിച്ച ഈ പെനാൽറ്റിക്ക് മുമ്പ് അവസാനം അടിച്ച 5 പെനാൽറ്റികളും ലക്ഷ്യത്തിലെത്തിച്ച താരമാണ് ഓയർസബാൽ. അത് കാർഡ് കാണിക്കുന്നുണ്ടായിരുന്നു. ഓയർസബാലിൻ്റെ ഒരു സംഭാവന, അദ്ദേഹം 5 ഗോളുകളുമായിട്ട് ഈ ലോകകപ്പിൽ 5ാമത്തെ ഗോളാണ് കഴിഞ്ഞ ദിവസം നേടിയത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അസിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഓയർസബാലിൻ്റെ സംഭാവന കൂടിയാണ്. അതായത് മറുഭാഗത്ത് ഫ്രാൻസിൻ്റെ എല്ലാ മുന്നേറ്റ നിരയിലെ 4 താരങ്ങളും പരാജയപ്പെടുന്നു. മറുഭാഗത്താണെങ്കിൽ 18-കാരൻ സൃഷ്ടിക്കുന്ന അവസരങ്ങൾ മുതലെടുക്കാനും അത് ലക്ഷ്യത്തിലെത്തിക്കാനും ഓയർസബാലിനെ പോലെയുള്ള താരങ്ങൾക്കും കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ആ മുന്നേറ്റ നിരയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു സ്പെയിൻ്റെ? തീർച്ചയായിട്ടും ഈ സ്പെയിനിൻ്റെ മുന്നേറ്റ നിര അവർ കൃത്യമായിട്ടും പിന്നെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചത്. യമാലാവട്ടെ ഒരു ഭാഗത്തു നിന്നുള്ള പ്രസ്സിങ് ഗെയിം, അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ കിട്ടുന്ന സമയത്ത് ഏത് സമയത്താണെങ്കിലും നമുക്ക് അവിടെ ഒരു ഇപ്പോൾ ഒരു ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്, ഗോൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഒരു വിങ്ങിൽ നിന്നും പിന്നെ യമാലിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോയി. കളിയുടെ ഒരു ഗതി അദ്ദേഹം കൃത്യമായിട്ടും അവസാന സമയങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ കൈകളിൽ തന്നെയായിരുന്നു പിന്നെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. മറുവശത്ത് എംബാപ്പയും പെർഫോം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എംബാപ്പെ അദ്ദേഹത്തിന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവസാന നിമിഷങ്ങളിലൊക്കെ ഒരുപാട് ഷോട്ടുകളും മറ്റൊക്കെ ആയിട്ട് ഫ്രീ കിക്ക് പോലും ഉപയോഗപ്പെടുത്താനായില്ല ഏറ്റവും അവസാനം വന്നത്. അതെ. അപ്പോൾ പിന്നെ പക്ഷെ എംബാപ്പയ്ക്ക് കൃത്യമായിട്ടും അപ്പുറത്തുനിന്ന് 2 പേരുടെ ഡെമ്പലുടെയും മറ്റേക്ക് പിന്നെ ഈ എന്താ പറയാ സഹായം അവിടെ കൃത്യമായിട്ട് കിട്ടിയിരുന്നു. അതായത് സമ്മർദ്ദത്തിൽപ്പെട്ടു പോകുന്ന ഫ്രാൻസ് താരങ്ങളാണ് ഇന്നലെ കണ്ടത്. അതെ, ഒരു ഗോള് പോയതിനു ശേഷവും തിരിച്ചു വരാൻ വേണ്ടി ഫ്രാൻസ് ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് 2ാമത്തെ ഗോൾ കൂടി വന്നത്. അപ്പോൾ 2 ഗോളിന് പിന്നിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ അവർ അവസാന ഒരു 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ദശാംശിന്റെ ഒക്കെ ശരീരഭാഷ നമ്മൾ കണ്ടു. അദ്ദേഹം തന്നെ ഒരു ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു. മറുവശത്ത് സ്പെയിനാവട്ടെ ഇടയ്ക്ക് ഈ ഗാലറിയിൽ സ്പെയിൻ കൃത്യമായിട്ടും അവരുടെ മുൻ കളിക്കാരടക്കം ഈ കളി വീക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം 2010 പുയോള്, റാമോസ്, സാവി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഫ്രാൻസിന്റെ സമയത്ത് ഒരു സിദാനെങ്കിലും തിരഞ്ഞു. പക്ഷെ സിദാൻ കഴിഞ്ഞ ദിവസം കളി കാണാൻ വന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം അൾജീരിയക്കെതിരെ മകൻ കളിക്കാൻ മകന്റെ കളി കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ സ്വന്തം അന്ന് അദ്ദേഹം വന്നത് ഫ്രാൻസിന്റെ കളി ഒഴിവാക്കിയതിനു ശേഷമാണ്. അപ്പോൾ ഇന്നലെ അപ്പം എനിക്കൊന്നത് സ്പെയിൻ കൃത്യമായിട്ട് അവരുടെ മുൻ താരങ്ങൾ 2010 ഹീറോസിന്റെ ഒരു പ്രസൻസും അവിടെ ഉണ്ടായിരുന്നു. സ്പെയിൻ ഇന്നലെ വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കളിച്ചത്. അവിടെ ഈ ഫ്രാൻസ് ഒരു ഗോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗോളിന് പിന്നിൽ പോയി. പിന്നീട് അവർ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് 2ാമത്തെ ഗോളും കൂടി വീണു. പിന്നെ അവർക്ക് അതിൽ നിന്നും കരകയറാൻ കഴിഞ്ഞില്ല.
യമാലിൻ്റെ കാര്യം പറയുമ്പോൾ യമാൽ അദ്ദേഹം അവസരങ്ങൾ സൃഷ്ടിക്കുന്നു, അദ്ദേഹത്തിന് ഫൗൾ നേരിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നിലേറെ അവസരങ്ങൾ അദ്ദേഹം ഫൗൾ ചെയ്യുന്നുണ്ടായിരുന്നു എതിർ അതെ, കളിക്കാരെ. എംബാപ്പയൊക്കെ foul ചെയ്ത് എംബാപ്പെ പിന്നെ എംബാപ്പെ അടക്കം അദ്ദേഹം അടിച്ചിടുന്നുണ്ടായിരുന്നു. അപ്പം അതായത് അത് കൃത്യമായ നിർദ്ദേശമുണ്ട്. ഡെയിലി സ്റ്റാഫിന്റെ കൊടുത്ത നിർദ്ദേശം ഉറപ്പായിട്ടും ഹൈ പ്രസ് ചെയ്യുക, ബോൾ പോയി ഹൈ പ്രസ് ചെയ്യുക. അത് ഏത് പ്ലെയർ ആണെന്ന് നോക്കരുത്. ഇപ്പോൾ ഫ്രണ്ട് ലൈൻ ആയിക്കോട്ടെ ഡിഫൻസീവ് ലൈൻ ആയിക്കോട്ടെ ആരായാലും ഹൈ പ്രസ് ചെയ്ത് ബോൾ എടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് സുന്ദരമായി ടാക്കിൾ ചെയ്ത് പന്ത് ചെയ്തു. എടുത്തു. അതെ അതെ, എംബാപ്പെ ആയാലും ക്ഷമിക്കണം യമാലായാലും അലക്സ് ബൈനായാലൊക്കെ അത് കൃത്യമായിട്ട് അവരുടെ ആ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന മത്സരത്തെക്കുറിച്ച് കൂടി പറയണമല്ലോ. ഇത് രണ്ടാം സെമി നടക്കാൻ പോവുകയാണ്, അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. അർജന്റീനയെ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് യമാൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മെസ്സിക്കെതിരായിട്ടുള്ളൊരു മത്സരം ആഗ്രഹിക്കുന്നു, അതിന് കഴിയും, അതിന് നടക്കും എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ സ്പെയിൻ പോലും പ്രതീക്ഷിക്കുന്നത് അർജന്റീനയാണോ? ഇംഗ്ലണ്ടിന് ഒരു സാധ്യതയും അവിടെ സ്പെയിൻ കൽപ്പിക്കുന്നില്ലേ? നിലവിലെ സാഹചര്യത്തിൽ ആര് വന്നു കഴിഞ്ഞാലും സ്പെയിൻ അവരുടെ ഒരു ഡോമിനൻസിൽ കളിക്കുമെന്നുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിലും അർജന്റീന ആണെങ്കിലും അവരുടെ ഒരു ഡോമിനൻസിൽ കളിക്കുമെന്നുള്ളതാണ്. പക്ഷേ അർജന്റീനയ്ക്ക് നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതാണ്, ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഏത് ടീം ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാലും അതിപ്പോൾ കാബേർഡെ ആയാലും ഫ്രാൻസ് ആണെങ്കിലും അർജന്റീന ഒരു മെൻറ്റാലിറ്റിയിലാണ് കളിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസൺ നോക്കുമ്പോൾ സ്കലോണിയുടെ പല തീരുമാനങ്ങളും നമുക്ക് ഒരു അതൃപ്തി ഉണ്ടാവും. ഇപ്പോൾ പല പ്ലേയേഴ്സിനെ, ഇപ്പോൾ സിമിയോണി അടക്കമുള്ള പ്ലേയേഴ്സിനെ പല ഫിസിക്കൽ ഗെയിം മുന്നിൽ കണ്ടിട്ട് പോലും അദ്ദേഹം എന്താ ഇറക്കാത്തതെന്നുള്ള പല കാര്യത്തിൽ നമുക്ക് ആശ്ചര്യം വരെ ഉണ്ടാകും. പക്ഷെ അർജന്റീന ഒരു മെൻറ്റാലിറ്റിയിൽ അങ്ങനെ കളിച്ചു പോകുന്നുണ്ട്, മത്സരങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട്, റിസൾട്ടാണല്ലോ പ്രധാനം. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോവുകയാണെങ്കിൽ ആരാവണെങ്കിലും തോൽപ്പിക്കാനുള്ള കൽപ്പുണ്ടാവും. പക്ഷേ നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ അവിടെ ഒരു സ്പെയിൻ തന്നെയാണ് മേധാവിത്വം കാണുന്നത്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഹാഫ് സ്പേസിൽ ജൂഡ് ബെല്ലിംഗാമിന് അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അർജന്റീന ജയിക്കും. ജൂഡ് ബെല്ലിംഗാം തന്നെയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടു, കൃത്യമായിട്ട് റോഡ്രി അല്ലെങ്കിൽ ഒലീസ ആയിരിക്കും എക്സ് ഫാക്ടർ ആവാന്ന് നമ്മൾ പറഞ്ഞു, അത് കൃത്യമായിരുന്നു. ഇവിടെ ഉറപ്പായിട്ടും ജൂഡ് ബെല്ലിംഗാമിനെ ഏത് രീതിയിൽ, ഇപ്പോൾ ഡീപ്പോളിലൊന്നും പഴയ വേഗമില്ല, കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വേഗതയില്ല, അദ്ദേഹം വളരെ പെട്ടെന്ന് ക്ഷീണിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മക്കലിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ മിഡിൽ നിന്നേ, ഇപ്പോൾ ഡിഫൻസ് ലൈനിലേക്ക് എത്താൻ പാടില്ല, അതിനു മുമ്പേ തന്നെ ബെല്ലിംഗാമിനെ പൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കെയിനിലേക്ക് ഒരു പരിധിക്ക് അപ്പുറം പന്തെത്തൂല. മാത്രമല്ല ഈ ഫാസ്റ്റ് റണ്ണോട് കൂടി ബോക്സിലേക്ക് ഓടിക്കയറി ഗോളടിക്കാൻ എടുക്കാനാണ് ബെല്ലിംഗാം. ആ ഒരു അദ്ദേഹത്തിൻ്റെ റണ്ണിങ്ങിനും ഒരു തടയിടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ബെല്ലിംഗാമിനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ പകുതി ഓക്കെ ആയി. പിന്നീട് നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉള്ള ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫൈറ്റ് കാണാൻ പറ്റും. ഇന്നത്തെ നിരയിലെ 4-1, 3-2 കഴിഞ്ഞ കളിയിൽ അവർ സ്വിസിനെതിരെ കളിച്ചത്. അവിടെ മൊളീനയും റൊമേറോയും മാർട്ടിനസും തഗ്ലിഫിയാക്കോയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം സ്കലോണി ചില മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, പ്രത്യേകിച്ചും പിൻനിരയിൽ. അത് എത്രത്തോളം, അതിന് പകരക്കാരൻ ആരായിരിക്കും ഒരു സാധ്യത ടീമിനെ സംബന്ധിച്ച്? പൊളിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബെല്ലിംഗാമിനെ അടക്കം പിടിച്ചു നിർത്താൻ ശേഷിയുള്ളത് ആർക്കായിരുന്നു? സാധ്യത കുറവായിരിക്കും. ബെല്ലിംഗാമിന് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കലിസ്റ്റർ, ഡീപ്പോള് കുറെ കൂടി പിന്നിലേക്ക് വരികയാണെങ്കിൽ അവിടെ പാരഡസ് ഉണ്ട്, ലിയാൻഡ്രോ പാരഡസ്. അദ്ദേഹം തൻ്റെ റോള് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗംഭീരമായ ഗോൾ ടാക്കിളുകൾ അദ്ദേഹം ക്ലിയർ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 2 മത്സരങ്ങളിലും. അപ്പോൾ പാരഡസിന്റെ പെർഫോമൻസ് ആയിരിക്കും ക്രൂഷ്യൽ. ബെല്ലിംഗാമിനെ പൂട്ടാനുള്ള ചുമതല, അതായത് ഫ്രണ്ട് ലൈനിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പാരഡസിലായിരിക്കും. അദ്ദേഹം അത് വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. വിന്നിംഗ് കോമ്പിനേഷനിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് സാധ്യത കുറവായിരിക്കും. പക്ഷേ ക്രൂഷ്യൽ മാച്ചാണ്. കുറെ കൂടി ഫിസിക്കലി കുറെ കൂടി സ്ട്രോങ് ആയ, കുറെ കൂടി സ്പീഡിയായ അർജന്റീന ഈ വേൾഡ് കപ്പിൽ നേരിടാൻ പോകുന്നതിൽ ഏറ്റവും ശക്തരായ എതിരാളികളിൽ ഒന്നായ ഇംഗ്ലണ്ടിനെതിരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമിയോണി, വാർക്കോ അടക്കമുള്ള താരങ്ങളെ ഒരു വജ്രായുധമായി കരുതി വെച്ചുകൊണ്ട് ഇറക്കാനുള്ള തന്ത്രമായിരിക്കും ആശാന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അത് ഈ പറഞ്ഞാണ് കറക്റ്റ്, ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് അർജന്റീനയ്ക്ക് ഇതുവരെ കരുത്തുറ്റ എതിരാളികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ആരോപണമായിട്ട്, അല്ലെങ്കിൽ ഇതല്ലേ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നത് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇന്ന് ശക്തമായിട്ടുള്ള എതിരാളി വരികയാണ്. ഇന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചു കെട്ടാനായില്ലെങ്കിൽ ഈ വാദങ്ങൾ കംപ്ലീറ്റ് പൊളിഞ്ഞേക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദൗത്യം കൂടിയുണ്ട് ഇതിൽ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മളിപ്പോൾ നേരത്തെ ഞാൻ സ്വപ്നം കണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അർജന്റീന വേഴ്സസ് ഫ്രാൻസ് ഫൈനൽ, അതിൽ എംബാപ്പെ വേഴ്സസ് എമി എന്ന രീതിയിൽ അങ്ങനെ ഒരു പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ ആ ആഗ്രഹം തകർന്നു. എംബാപ്പയുടെ ഫ്രാൻസ് തകർന്നു. പ്രവചന മത്സരങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായിരിക്കും MSKയുടെ വിഷയം. അല്ല, മെസ്സി 2 ഗോൾ അടിക്കരുത്. മെസ്സി ഒരു ഗോൾ അടിച്ചാൽ മാത്രമേ അല്ല ടോപ്പ് സ്കോർ ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ബൂട്ടിലേക്ക്
ഓക്കെ. അല്ല, നിലവിൽ രണ്ടുപേരും ഒരുമിച്ചാണ്. പക്ഷെ ഒരുമിച്ചാണ്. അസിസ്റ്റ് assist കൂടുതലുള്ളത് കൊണ്ട് എംബാപ്പയാണ്. എംബാപ്പയാണ്. മെസ്സി ഒരു ഗോളോ അസിസ്റ്റോ വരാതെ നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് അത് എംബാപ്പയിൽ തന്നെ. സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഫ്രാൻസ് ബെല്ലിങ്ങാമോ കെയ്നോ ഒരു ഹാട്രിക്കോ അല്ലെങ്കിൽ ഒരു ബ്രൈസോ വന്ന് ഫൈനലിലും ഗോൾ അടിക്കേണ്ട സാഹചര്യം വരണം. അപ്പൊ ഇതില് ആ ഒരു ഇതങ്ങ് ഇല്ലാതായി. ഇപ്പം എംബാപ്പെ പോയപ്പം, എംബാപ്പയുടെ ഫ്രാൻസ് പോയപ്പം ഇനി അർജന്റീന ഇപ്പം ശേഖർ ഇല്ലാതെ എംബാപ്പെ അല്ലേ MSK മാനസികമായി തകർന്നു. അർജന്റീന കയറുന്നു ഇതിന്റെ പ്രതീക്ഷ. അതായത് അർജന്റീനയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയുള്ള ഒരു ടീം ഞാൻ ഫ്രാൻസ് ആയിരുന്നു. ഞാൻ ചോദിക്കാൻ വന്ന പോയിന്റ് ശരിക്കും അതാണ്. ആവശ്യമില്ല. അതായത് ചോദിക്കാൻ വന്ന പോയിന്റ് അതാണ്. ഫ്രാൻസ് പോയതോടുകൂടി അർജന്റീന ഈ ലോകകപ്പ് ജയിക്കും എന്നുള്ളൊരു പൊതുധാരണ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് ആശങ്കയും വിഷമൊക്കെ MSKയുടെ മുഖത്ത് കൃത്യമായിട്ടുണ്ട്. അല്ല, ഞാൻ അർജന്റീനക്ക് എതിരോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളത് ആ ലൈനിൽ ഇപ്പൊ അത്രയുള്ള പോലെ നമ്മുടെ പ്രേക്ഷകരോടാണ് നമ്മുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് MSK ആ വിധം വധിക്കുന്നത് കാണാറുണ്ട്. അദ്ദേഹം ഒരു അർജന്റീന വിരോധിയൊന്നല്ല, നമ്മൾ പലപ്പോഴും ഒരു ഫാൻ ഫൈറ്റ് മൂഡിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നത് കൂടിയാണ്. അല്ല, അർജന്റീനയുടെ അത് ഈജിപ്തുമായിട്ടുള്ള മത്സരത്തിന്റെ സമയത്തായിരുന്നു നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് മത്സരങ്ങൾ മുന്നോട്ടേക്ക് പോയി. മുമ്പ് ഒരു കഥയുണ്ട്. ഒരു ബുദ്ധ ഭിക്ഷു കുറച്ച് ഈ ശിഷ്യന്മാരുടെ കൂടെ ഒരു നദി കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആ സമയത്ത് ഒരു നദിയുടെ അടുത്തൂടെ പോകുന്ന സമയത്ത് വെള്ളം അവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്കും ഈ നദി കടക്കണം. അപ്പോൾ ബുദ്ധഭിക്ഷുക്കളുടെ നേതാവായിട്ടുള്ള സന്യാസി ഈ സ്ത്രീയെ അങ്ങനെ തന്നെ എടുത്തിട്ട് അവരുടെ കൈകളിൽ എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി മുന്നോട്ടേക്ക് യാത്ര തുടർന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, പിന്നെ എന്നാലും പിന്നെ താങ്കൾ അത് ചെയ്തു സന്യാസിയായ താങ്കൾ ഇത് ചെയ്തു തൊട്ട് ശരിയായില്ല. കാരണം ഒരു സ്ത്രീയെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോവാ. അപ്പൊ പുള്ളി ചോദിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എത്ര സമയമായി? ഞാനതൊക്കെ അപ്പോഴേ വിട്ടതല്ലേ എന്നുള്ളത്. അപ്പോൾ അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ ആ സമയത്തുള്ള കമന്റുകളൊക്കെ നമ്മളത് ഒഴിവാക്കി ഒരുപാട് മുന്നോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആ മത്സരത്തിന്റെ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എത്രയോ മത്സരങ്ങൾ പിന്നെ കഴിഞ്ഞു. അത് വേറൊരു തരത്തിലുള്ള ഇതാണ്. ഇപ്പോൾ നമ്മളൊരു കളി സമയത്ത് ആ കളിക്കനുസരിച്ചാണ് പിന്നെ അഭിപ്രായങ്ങളും മറ്റൊക്കെ പറയുക. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പിന്നെ കളിയുടെ വിവരമോ അല്ലെങ്കിൽ കളിയുടെ ഇതോ അല്ല അവിടെ പ്രധാനമുള്ളത്. നമ്മുടെ അഭിപ്രായങ്ങളാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പം ചിലത് ശരിയായിരിക്കാം, ചില പ്രവചനങ്ങൾ ശരിയായിരിക്കാം, ചിലത് തെറ്റായിരിക്കാം, ചില അഭിപ്രായങ്ങളിൽ ഒരു പിന്നെ വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾക്ക് കുറച്ചുകൂടി രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അഭിപ്രായങ്ങളിൽ രണ്ടാം അഭിപ്രായം പറയാറുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാവും. ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും എന്തായാലും ഒരു രണ്ടഭിപ്രായം ഉണ്ടാവും. പെനാൽറ്റി വേണോ എന്നുള്ളതിന് പെനാൽറ്റി വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊപ്പം തന്നെ പെനാൽറ്റി വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഈജിപ്തിന്റെ മത്സരത്തിൽ ഈജിപ്തിന്റെ ഗോൾ നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുന്നത്, അത് നിഷേധിക്കപ്പെടേണ്ടതാണെന്ന് കരുതുന്ന പോലെ തന്നെ നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അർജന്റീന ആദ്യമായിട്ടാണ് ഒരു ശക്തമായ ടീമിനെ ഈ ലോകകപ്പിൽ നേരിടാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡ് ശക്തരായിരുന്നു. സ്വിറ്റ്സർലൻഡിനെതിരെ അവസാന നിമിഷം അവർ വിജയിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് തന്നെയാണ് ഈ പിന്നെ മത്സരത്തിൽ ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ മെസ്സിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടീമായിട്ട് ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു മെസ്സിയെ കൃത്യമായിട്ടും പൂട്ടാൻ കഴിയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇംഗ്ലണ്ട് പിന്നെ ഇംഗ്ലണ്ട് അർജന്റീനക്കെതിരെ ആദ്യമായിട്ടാണ് ലയണൽ മെസ്സി കളിക്കാൻ പോകുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മത്സരങ്ങൾ ഒരുപക്ഷെ ഈ അർജന്റീനയുടെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ വേൾഡ് കപ്പിലെ യഥാർത്ഥ ശത്രുക്കൾ ബ്രസീലോ മറ്റ് ടീമുകളോ ഒന്നുമല്ല, ഇംഗ്ലണ്ടാണ്. നമുക്കറിയാം പിന്നെ ദൈവത്തിൻ്റെ കൈ ഗോളും അതുപോലെ തന്നെ നൂറ്റാണ്ടിലെ മനോഹരമായ ഗോളൊക്കെ പിറന്നതും വേഴ്സസ് ഇംഗ്ലണ്ട് ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല 98 വേൾഡ് കപ്പിൽ പിന്നെ ഡേവിഡ് ബെക്കാമിന് ചുവപ്പ് കാർഡ് കിട്ടിയൊരു സംഭവം ഉണ്ടായി. പിന്നെ അതിനുശേഷമുള്ള ലോകകപ്പിൽ ബെക്കാമിന്റെ പെനാൽറ്റിയിലൂടെയാണ് 2002 സമനില മതിയായിരുന്നു ഇംഗ്ലണ്ട് അർജന്റീനയ്ക്ക് മുന്നേറാൻ. പക്ഷേ ആ നിർണായ മത്സരം ബെക്കാമിന്റെ ബെക്കാമിന്റെ പെനൽറ്റിയിലുണ്ടായത് നേരെ സെന്ററിലേക്ക് അടിച്ച് കയറ്റാണ്. അതൊരു ആ സമയങ്ങളിൽ സെന്ററിലേക്ക് അടിച്ചേറ്റുന്നത് എൻ്റെ ഓർമ്മയാണെങ്കിൽ മിഷേൽ ബെല്ലാക്കും ആണ് ആ രീതിയിൽ പവർ എടുക്കുക. ബാക്കി എല്ലാവരും വളരെ കൂളായിട്ടുള്ള ഫിനിഷാണല്ലോ ചെയ്യാറ്.
അത് ബെക്കാം അതുപോലെ വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം അടിച്ച് കയറ്റിയിട്ട് കൃത്യമായിട്ട് നേരെ പോയി റിട്ടംഷൻ ആണ്. കാരണം അത് 4 വർഷം മുമ്പുള്ള ഈ പെനാൽറ്റിക്കെതിരെയും ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ പെനാൽറ്റി കൊടുക്കേണ്ടിയിരുന്നു. കാരണം ബെക്കാമിന് ആദ്യം അന്ന് അദ്ദേഹം ഒരു കൗമാര താരമായിരുന്നു. അന്നൊരു കൗമാര താരമായിരുന്നു. ആ ഒരു പെനാൽറ്റി കിട്ടിയതിനു ശേഷം ബെക്കാമിനെതിരെ ഇംഗ്ലണ്ടിലൊക്കെ ആ ഒരുപാട് മത്സരം തോറ്റതിന് അദ്ദേഹം അന്ന് സോഷ്യൽ മീഡിയ അത്രയധികം ഇല്ല, എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ രാജ്യവ്യാപകമായി വിമർശനം നേരിട്ട കക്ഷിയാണ്. അപ്പം പക്ഷെ പിന്നീട് ബെക്കാം ആ രാജ്യത്തിന്റെ ക്യാപ്റ്റനായി മാറി. അടുത്ത ലോകകപ്പ് ആകുമ്പോഴത്തേക്കും അദ്ദേഹം ക്യാപ്റ്റനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ആ 98-ൽ ചുവപ്പ് കാർഡ് കിട്ടിയതിന്റെ റിഡംഷൻ 2002-ൽ അദ്ദേഹം കൊടുക്കുന്നു. ആ പെനാൽറ്റി പോലും ഗംഭീരമായിട്ട് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആഘോഷമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മത്സരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ കൈഗോളാവട്ടെ, പിന്നെ ഗോളി ആവട്ടെ, ഒന്ന് അവർ കളിക്കുന്ന അത്രയും ഹിസ്റ്റോറിക് ആയിട്ടുള്ള മാച്ചുകളാണ്. ഒരുപാട് ചരിത്രപരമായ പ്രശ്നങ്ങള്, രാഷ്ട്രീയപരമായ അസ്ഥിരതകൾ, അങ്ങനെ ഒരു സാഹചര്യം 21 വർഷമായി അവർ തമ്മിൽ കളിച്ചിട്ട് എന്നുള്ളതിൽ സൗഹൃദ മത്സരങ്ങൾ പോലും ഷെഡ്യൂൾ ചെയ്യുന്നില്ല അപ്പോൾ എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ ഇത് കൃത്യമായിട്ടും ഈ ലോകകപ്പിലെ ഏറ്റവും ക്ലാസിക് മത്സരങ്ങളിൽ ഒന്നായിരിക്കും. എൻ്റെ പ്രവചനം അനുസരിച്ചിട്ട് പിന്നെ ഇംഗ്ലണ്ട് ജയിക്കാനാണ് സാധ്യത. കാരണം ഇംഗ്ലണ്ടിന് കുറച്ചുകൂടി ഒരാൾ മാത്രമല്ല, അവർ കൃത്യമായിട്ടും ഇപ്പൊ ബെല്ലിംഗ് ആവട്ടെ, കെയ്ൻ ആവട്ടെ, അവരൊക്കെയും ഫോമിലാണ്. അതിനിപ്പം പിന്നെ ഒരാൾക്ക് ഗോൾ അടിക്കാൻ തന്നെ അവരെല്ലാവരും ബെല്ലിംഗാമൊക്കെ തകർപ്പൻ ഫോമിലാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അർജന്റീന തീർച്ചയായിട്ടും. അപ്പോ അർജന്റീനയെ മെസ്സിയെ അർജന്റീന അധികം ആശ്രയിക്കുന്നു എന്നുള്ളതിന് പകരം കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി ഗോൾ അടിച്ചില്ല, ബാക്കി 3 പ്ലേയേഴ്സാണ് ഗോൾ അടിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ മാത്രം നോക്കുമ്പോൾ കഴിഞ്ഞ 5 മത്സരത്തിലും ബെല്ലിംഗാമാണ് ഇംഗ്ലണ്ടിന്റെ വിജയശില്പി. അതിൽ തന്നെ ബെല്ലിംഗാമിന്റെ ബ്രേസിലാണ് എല്ലാ മത്സരങ്ങളും വിജയിക്കുന്നത്. ബെല്ലിംഗാമിനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ലോക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ റോള് കൃത്യമായിട്ട് പാരഡൈസ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഏറെക്കുറെ തീരും. ഇപ്പോൾ ഒലിസയെ പൂട്ടിയ പോലെ തന്നെ തീരുമെന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. ഈ ഇംഗ്ലണ്ട് അർജന്റീന മത്സരം ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എന്തായാലും തീർച്ചയായിട്ടും ചുവപ്പ് യെല്ലോ കാർഡുകൾ വരാൻ പോലും കാരണമായിട്ടുള്ള 1966-ലെ ആ ഒരു അർജന്റീന ക്യാപ്റ്റൻ്റെ പുറത്താകലും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും ഒക്കെ തന്നെയാണ്. അദ്ദേഹം ചുവപ്പ് പരവതാനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്യത്തിന് വേണ്ടി വിരിച്ച ചുവപ്പ് പരവതാനിയിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയും ചരിത്രവും ഒക്കെ ഉണ്ട് നമുക്ക്. എന്നാൽ തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഈ മത്സരത്തെ ഇനിയിപ്പോൾ കണ്ടു തന്നെ നമുക്ക് അറിയാം എന്നുള്ളതാണ്. ചരിത്രപരമായിട്ടുള്ള മത്സരമാണ്. ഒരു പ്രവചനത്തിന് മുതിർന്നു അർജന്റീനയ്ക്കൊപ്പം നിൽക്കാനാണ്, അർജന്റീനയ്ക്കൊപ്പം തന്നെ നിൽക്കാനാണ്. 2-1 ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും മറ്റൊരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കൂടി ഞാൻ ഈ മത്സരത്തെ കാണുന്നുണ്ട്. അതായത് ഗാലറിയിലിരിക്കുന്ന ബെക്കാമും കളത്തിലെ മെസ്സിയും തമ്മിലുള്ള ഒരു പോരാട്ടം, ഒരു മാനസിക പോരാട്ടം. ബെക്കാം അതിന്റെ ഈ മത്സരത്തിന്റെ എങ്ങനെ ബെക്കാം കൈയടിക്കുമോ അദ്ദേഹം ഗ്ലൂമി ആയി പോകുമോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മെസ്സി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓണർഷിപ്പിലുള്ള ഇന്റർ മയാമിയുടെ താരമാണ്. അദ്ദേഹത്തെ മേജർ ലീഗ് സോക്കറിലേക്ക് കൊണ്ടുവന്നത് ബെക്കാമാണ്. അപ്പം ഈ ഇപ്പോൾ പറയുന്ന രീതിയിൽ കാലാവസ്ഥയൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സിയെ വഴിയൊരുക്കിയത് അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ബെക്കാം ബെല്ലിംഗാം ഗോൾ അടിച്ച സമയത്ത് ബെക്കാമിന്റെ ഒരു വിഷ്വൽ കാണിച്ചിരുന്നു. ആവേശമൊക്കെ അതെ, ആ ആവേശം ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫ്രാൻസ് മടങ്ങിയിരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ വാർത്ത. സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. അവർ കാത്തിരിക്കുകയാണ്, യമാലും സംഘവും കാത്തിരിക്കുകയാണ് എതിരാളികൾ ആര് എന്നുള്ള കാര്യത്തിൽ. അത് അർജന്റീനയാണോ ഇംഗ്ലണ്ടാണോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ള കാര്യം. ഒപ്പം ഇത്തരത്തിലുള്ള കൗതുകങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് ആ മത്സരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.